നീണ്ട കുറേ വർഷങ്ങൾക്ക് ശേഷം കുടുംബത്തോടൊപ്പം ഒരു യാത്ര ഞാൻ ആഗ്രഹിച്ചത് തന്നെയായിരുന്നു. അങ്ങനെ ഒരു ദിവസം വന്നെത്തി, എല്ലാവരും കൂടെ ഒരു യാത്ര. നമ്മുടെ വളങ്ങാനം വെള്ളച്ചാട്ടത്തില് അവിടെ എത്തിയപ്പോഴാണ് നമ്മളെല്ലാവരും ഇറങ്ങി അവിടെ നിർത്തി ഒരു കടിഞ്ചായൊക്കെ കുടിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇവരെല്ലാവരും പലരും ആദ്യമായിട്ടായിരുന്നു ഇവിടെ വരുന്നത്. അവിടെ നിന്ന് കുറെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ടാണ് നമ്മൾ അവിടെ നിന്നും കുട്ടിക്കാനത്തേക്ക് യാത്ര തുടങ്ങിയത്. ആദ്യമായിട്ടായിരുന്നു ഉമ്മായും വാപ്പായും ഒക്കെ ഈ റിസോർട്ടിലേക്ക് വരുന്നത്. പിന്നെ മോളൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അവർക്ക് അത്ര വലിയ സംഭവമായിട്ട് തോന്നിയില്ല. പിന്നെ എൻ്റെ കൂടെ നമ്മുടെ അനിയന്മാരെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വന്നിറങ്ങി. അതിന്റെ ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മുടെ കാർ പാർക്കിംഗ് ഏരിയ. അവിടെ കാറ് പാർക്ക് ചെയ്തു. എന്നിട്ട് ഓരോരുത്തരായിട്ട് നമ്മുടെ റൂമിലേക്ക് പോയി. ഞാൻ നേരത്തെ വിളിച്ച് റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടിയിട്ട് റൂം അവർ മാറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് തൃശങ്കു ഹെവൻ റിസോർട്ട് എന്ന റിസോർട്ടാണ്. അപ്പോൾ മാമായും അതേപോലെ നമ്മുടെ തക്കുടും എല്ലാം അകത്തേക്ക് കയറി. പിന്നെ ഇവിടെ ഒരു പഴയകാല ഓർമ്മകളായിരുന്നു. പാട്ടും പഴയ കാലങ്ങളൊക്കെ ഓർത്തെടുത്തുകൊണ്ട് അങ്ങനെ ഒരു മനോഹരമായ രാത്രി നമ്മളിവിടെ അടിച്ചു പൊളിക്കുക തന്നെ ചെയ്തു. പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മളെല്ലാവരുടെയും റൂമിലേക്ക് പോയി. ഇവരെല്ലാം കുത്തിപ്പൊക്കുക എന്ന് പറയുന്നത് എനിക്ക് വലിയൊരു ടാസ്ക് ആയിരുന്നു. പിന്നീട് ഒരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറന്റിലേക്ക് പോയി. അത്യാവശ്യം നല്ല കോഫി ആയിരുന്നു. അങ്ങനെ എല്ലാവരും ആ ഒരു കോഫിയെ കുടിച്ച് ശേഷം നമ്മൾ പൂളിലേക്ക് പോകാനുള്ള പ്ലാനിങ് ആണ്. അതിൽ നിന്ന് ഒരാൾ പിൻവാങ്ങിയപ്പോൾ അവനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തലേ ദിവസം നല്ല മഴ പെയ്തത് കാരണം നല്ല തണുപ്പായിരുന്നു പൂളിൽ. അതുകൊണ്ട് തന്നെ പലരും ഇറങ്ങാൻ മടിച്ചു നിൽക്കുകയായിരുന്നു. പിന്നെ അവിടെ 2-3 മനോഹരമായ വ്യൂ പോയിന്റുകളുണ്ട്. ഇവരെല്ലാം അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകായിരുന്നു. ഒരു മനോഹരമായ തടാകം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഒന്ന് ചുറ്റിക്കണ്ടു. വൈകുന്നേരം ആയപ്പോഴേക്കും കോടമഞ്ഞ് കൊണ്ട് നമ്മുടെ ആ റിസോർട്ട് മുഴുവൻ മൂടി. നമ്മളെ അടുത്ത് നിൽക്കുന്നവരെ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു അത്. അങ്ങനെ മഴ കൂടി വന്നപ്പോൾ ഈ യാത്ര കളറായി. വളരെ മികച്ചൊരു യാത്രയായി. ഈ യാത്രയെ നമുക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ ഈ കുഞ്ഞു വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ദിസ് ഈസ് ഷമീർ സ്മാർട്ട്. ഗുഡ് ബൈ.